മലപ്പുറത്താണ്. ആവേശം എനിക്ക് തോന്നുന്നത് വ്യത്യസ്ത മുന്നണികൾ തമ്മിൽ സംഗമിക്കുന്ന സ്ഥലത്ത് ആവേശം കൂടി കാണും. ആവേശം ഒന്നിനും നല്ലതല്ല. നമുക്ക് മറ്റന്നാൾ പോളിംഗ് ബൂത്തിൽ വിധി എഴുതാനുള്ളതാണ്. പോലീസ് ഇടപെട്ട് കഴിഞ്ഞു. സമാധാനപരമായ അന്തരീക്ഷത്തിൽ ഇതൊക്കെ നടത്തണമെന്നാണ് പോലീസിന്റെ അഭിപ്രായം. അപ്പോൾ അവിടെ പോലീസ് ഇടപെട്ടു, ശാന്തമായി കഴിച്ചു. അശാന്തിയുടെ മണ്ണ് നിറയ്ക്കരുത്. ഒക്കെ ശാന്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. മലപ്പുറത്തുള്ള ആവേശഭരിതമായ കാഴ്ചകളാണ് കാണുന്നത്. ആവേശം അതിര് കടന്നു കഴിഞ്ഞാൽ പോലീസ് ഇടപെടും എന്നിപ്പോൾ മനസ്സിലായി പ്രവർത്തകർക്ക്. ക്രമസമാധാനം കാത്തു സൂക്ഷിച്ചേ മതിയാകൂ. കേരളം മുഴുവൻ ഒരാകാശം പോലെ, തെരഞ്ഞെടുപ്പിന്റെ ഒരാകാശം പോലെ മാറിക്കഴിഞ്ഞു. എനിക്ക് കഴിഞ്ഞാലുള്ള കുഴപ്പം വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങുന്നത് പോലെ, കുന്നിൽ തടച്ച പുഴ പോലെ കുഴക്കി മധ്യേ എന്ന് പറയുന്ന വാക്കുകൾ അതുമായിട്ട് ഒരു ബന്ധമില്ല. നൃശംസ കംസ പരാക്രമം പുരുഷനോടല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പേരൂർക്കട നമ്മൾ എത്ര പറഞ്ഞു അറിയില്ല, പക്ഷേ 2 മണിയൊക്കെ ആയപ്പോഴേക്ക് പേരൂർക്കട ആവേശം തുടങ്ങിയതാണ്. പിന്നെ അതങ്ങനെ ഓരോ മിനിറ്റ് കഴിയുന്നതോറും നീറി ആവേശം കയറുന്ന കാഴ്ച നമ്മൾ കണ്ടു. വോട്ടോളം ആവേശത്തിലോട്ട് അങ്ങനെ മുട്ടൻ അടിച്ച് കയറുകയാണ് അവിടെ എല്ലാ സ്ഥലത്തും. ഓരോരോ കോലത്തിൽ നൃത്തങ്ങൾ, ഓരോരോ രൂപത്തിൽ നൃത്തങ്ങൾ, ഓരോരോ രീതിയിൽ നൃത്തങ്ങൾ, സ്വന്തം നൃത്തം, സ്വന്തം താളം, സ്വന്തം മേളം, അങ്ങനെ ദാങ്കടക്കം ദില്ലം എന്ന് പറയുന്നത് പോലെ അടിച്ച് കയറുകയാണ്. ആവേശം അങ്ങനെ പരമാവധിയിലേക്ക് എത്തുന്നു. അതിനിടയിൽ ആവേശ പരകോടിയിലേക്ക് എത്തിയാലും മനസാരത്തെ കൈവിടല്ലേ. മനസാരത്തെ കൈവിട്ടാൽ സംഘർഷാവസ്ഥ ഉണ്ടാകുമ്പോൾ സുഖകരമാവില്ല. ഇത് നല്ല ഭംഗിയുണ്ട്, രസമുണ്ട്, അങ്ങനെ നിന്നാൽ മതി. അത് അടിയിലേക്ക് പോകുന്നത് നല്ലതല്ല.